Hello designers, welcome back to uxuimania. ഇന്ന് Adobe XDയിൽ നമ്മൾ കമ്പോണൻസ് ഉപയോഗിച്ച് അനിമേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സൂപ്പർബ് ആയിട്ടുള്ള രണ്ട് UI എലമെന്റ്സുകളാണ് പഠിക്കുന്നത്. ഒരെണ്ണം നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബട്ടൺ. ബട്ടൺ എങ്ങനെ നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് നമുക്ക് മൗസ് ഓവറിൽ ഇതുപോലുള്ള മൗസ് ഓവർ എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ യൂസർ ഇന്റർഫേസ് ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ് ഇതുപോലുള്ള സ്വിച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ചില സമയങ്ങളിൽ ഓൺ ആയിട്ടും ഓഫ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സ്വിച്ചറുകൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ഇതുപോലൊരു ഡിസൈൻ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലുള്ള ഒരു പ്രോട്ടോടൈപ്പിംഗ് ഉണ്ടാക്കുന്നതെന്നുള്ളതും വളരെ സിമ്പിളായിട്ട് മാത്രമല്ല നമുക്ക് കോമ്പണൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നിവിടെ അനിമേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പല വീഡിയോകളും പേജ് ബൈ പേജ് ആയിട്ടായിരുന്നു നമ്മൾ ഓരോന്നിങ്ങനെ അനിമേറ്റ് ചെയ്ത് കാണിച്ചിരുന്നത്. ഞാൻ അന്ന് തന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു, പേജ് ബൈ പേജ് ആയിട്ട് അനിമേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അനിമേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ഈ കമ്പോണൻസ് എന്ന് പറയുന്നത്. കമ്പോണൻസ് ഉപയോഗിച്ച് നിങ്ങൾ അനിമേറ്റ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്, അത് കുറച്ചും കൂടി പ്രൊഫഷണലുമാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ചെറിയ മൈക്രോ ഇൻട്രാക്ഷൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കുക. അത് എന്നിട്ട് നിങ്ങളുടെ Adobe XDയിലുള്ള ഡിസൈനിങ്ങുകളിൽ നിങ്ങൾ ഇതുപോലെയുള്ള പ്രോട്ടോടൈപ്പിങ്ങുകളും കൂടെ അപ്ലൈ ചെയ്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈൻസുകൾക്ക് വളരെ ലൈവായിട്ട് ഇതുപോലുള്ള പ്രോട്ടോടൈപ്പുകൾ ചെയ്ത് നിങ്ങളുടെ ക്ലയൻസിനെ കാണിക്കാനും നിങ്ങൾക്ക് ഡിസൈൻസുകൾ കൂടുതൽ അപ്പീലിംഗ് ആക്കാനും സഹായിക്കും. അതിനായിട്ട് ആദ്യം നമ്മൾ Adobe XD ഇവിടെ ഓപ്പൺ ചെയ്തൊരു ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ഇവിടുന്ന് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് വലിയ സൈസിലാണ് റെക്റ്റാങ്കിൾ എടുക്കുന്നത്. കാര്യം നമുക്ക് ഇത് പ്രിവ്യൂ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സൈസ് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം കുറച്ചും കൂടെ വിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ ബോർഡറിലായിട്ട് വന്നിട്ട് ഈ കാണുന്ന നോഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 100% ഒരു ബോർഡർ റേഡിയസ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ഇതിനകത്തായിട്ട് ഒരു സർക്കിൾ ഷേപ്പ് ഇതേപോലെ തന്നെ ഒരു 150-150യിലുള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലെഫ്റ്റിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. ഇത് ആദ്യത്തെ നമ്മുടെ ടിക്ക് സ്റ്റേജ് ആയതുകൊണ്ട് ഞാനിവിടെ രണ്ട് കളർ എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡും ഗ്രീനും. അതിനകത്തായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഡയറക്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഗ്രീൻ എടുത്ത് വെച്ചതുകൊണ്ട് ആ കളർ ഗ്രീൻ ഒന്ന് പിക്ക് ചെയ്ത് അതിനകത്ത് കൊടുക്കുന്നു. അതിൻ്റെ ബോർഡർ നന്നാക്കുന്നു. ദെൻ അതിൻ്റെ ബാക്കിലുള്ള ഈ ഷേപ്പിനെ കുറച്ചും കൂടെ നമുക്കൊന്ന് വിട്ട് കുറച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ബോർഡറിന് സെയിം ഗ്രീൻ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്നിട്ട് ഈ ബോർഡർ കളറും നിങ്ങൾക്ക് ഇവിടുന്ന് ഗ്രീൻ എടുത്തതിന് ശേഷം അതിൻ്റെ സൈസ് ഒരു 4 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ പ്രകാരം ബോർഡറിൻ്റെ ഒക്കെ റേഡിയസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഏകദേശം ഈ ഒരു സ്റ്റൈലിൽ ഉള്ള ആദ്യത്തെ ഒരു ടിക്ക് സ്റ്റേജ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിത് ടിക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു ടിക്ക് മാർക്കും കൂടെ നമുക്ക് ഇതിനകത്ത് സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ടിക്ക് ചെയ്ത ഫീൽ കിട്ടും. അത് ആദ്യം നമുക്കെല്ലാം കൂടെ സെലക്ട് ചെയ്ത് Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മേക്ക് കമ്പോണൻറ്റ് Ctrl+K എന്നുള്ള ഷോർട്ട് കട്ടും ഉണ്ട്. മാക്സിമം ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് കമ്പോണൻറ്റ് എന്ന് പറയുന്ന ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കമ്പോണൻ്റായി മാറും. അപ്പോൾ ഇതുപോലൊരു ഗ്രീൻ കളർ ബോർഡർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് കമ്പോണൻ്റ് ആകുമ്പോൾ കാണുന്നതാണ്. ദെൻ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിഫോൾട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കാണാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് മാർക്ക് കാണാം. അവിടെ ആഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പ്ലസ് മാർക്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഹോവർ സ്റ്റേറ്റ് എന്ത് വേണോ ആ ഹോവർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഹോവർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ന്യൂ സ്റ്റേറ്റോ ഇവിടുന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ന്യൂ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനായതുകൊണ്ട് ഇവിടെ ഒരു ന്യൂ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഓഫ് സ്റ്റേജ് എന്നുള്ളത് കൊണ്ട് ഒരു ഓഫ് എന്ന് ജസ്റ്റ് ഒരു പേരും കൊടുക്കുന്നു. ദെൻ ഞാൻ ഈ ഒരു കമ്പോണൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ സെലക്ട് ആയി നിൽക്കുന്നത് ഓഫിലാണ്. അതിനുശേഷം ഞാൻ ഈ ഓഫിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇതിൻ്റെ കളർ മാറ്റാൻ പോവുകയാണ്. കളർ മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നിൻ്റെയും കളേഴ്സുകൾ പ്രത്യേകം നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഈ കാണുന്ന ഒരു ഗ്രീനിനകത്ത് ഞാനൊരു ജസ്റ്റ് ഒരു ഗ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 666666 എന്ന് പറയുന്ന ഒരു ഗ്രേ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബോർഡറും സെയിം കളർ തന്നെ കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ടിക്ക് മാർക്കും ഈ ഒരു സർക്കിളും കൂടെ നമുക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് കൊണ്ടുവന്ന് ഇവിടെ സ്നാപ്പ് ചെയ്യാം. ദെൻ അതിനകത്ത് ആദ്യമേ ഗ്രീൻ ഇടുമ്പോൾ നമുക്ക് ടിക്ക് മാർക്ക് ആയതുകൊണ്ട് നമുക്കിവിടെ അതിൻ്റെ ഓഫ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടിക്ക് മാറി ഒരു ക്ലോസ് ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ടിക്കിനെ തൽക്കാലം ഈ ടിക്ക് മാർക്കിനെ തന്നെ നമുക്ക്
ഒരു ഓഫാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇൻറ്റു ആക്കി മാറ്റാൻ പോവുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പ് എടുത്തിട്ട് Ctrl D അടിച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ ഒരു പ്ലസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റു മാർക്ക് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓഫ് സ്റ്റേജിനുള്ള ഒരു ഡിസൈനും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഓർക്കുക, റൈറ്റ് സൈഡിലായിട്ട് ഡിഫോൾട്ട് സ്റ്റേജിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ആദ്യമേ ചെയ്ത ഗ്രീൻ വരും. അതിൻ്റെ താഴെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത കമ്പോണൻറ്റിൻ്റെ സ്റ്റേജ് ഓഫ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഓഫ് ആയിട്ടുള്ള സ്റ്റേജും വരും. ഓക്കെ, ഈ രണ്ട് ഡിസൈൻ ഇങ്ങനെ ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ജോലി. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജായ ഈ ഗ്രീനകത്ത് വന്നിട്ട് ഇവിടെ ഡിഫോൾട്ട് സ്റ്റേജാണ് സെലക്ട് ആയത്, അതുകൊണ്ടാണ് ഗ്രീൻ വന്നത്. ഓക്കെ, ദെൻ ലെഫ്റ്റ് ടോപ്പിൽ പ്രോട്ടോടൈപ്പ് ടാബിലേക്ക് വരിക. പ്രോട്ടോടൈപ്പ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന ആരോ മാർക്കൊക്കെ നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ സെറ്റിങ്സ് റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ട്രിഗർ എന്ന് പറയുന്നത് ടാപ്പ് കൊടുക്കുക. കാര്യം ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കേണ്ടുന്ന ഒരു അനിമേഷൻ ആയതുകൊണ്ട് ടാപ്പ് ചെയ്താൽ മാത്രം മാറ്റുക. ഓക്കെ, ദെൻ അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ അനിമേറ്റ് ആക്കി കൊടുക്കുക. ദെൻ ഓട്ടോ അനിമേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ് എന്ന് പറയുന്ന അടുത്ത ഒരു കമ്പണന്റിലോട്ട്. ഓക്കെ, അതിനുശേഷം ഓഫ് കണക്കുക. അതുപോലെ ഈസ് ഔട്ട് ആയിരിക്കും ഇവിടെ ഈസിങ് കിടക്കുന്നത്. ഡ്യൂറേഷൻ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാനൊരു 0.4 സെക്കൻഡ് ഡ്യൂറേഷൻ കൊടുത്തു. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിനകത്ത് ചെയ്തത്. ദെൻ ഞാൻ ഇവിടെ വന്നു അതേപോലെ തന്നെ ഓഫിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓഫിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതുപോലൊരു ആരോ ഇവിടെ കാണാം. ആ ആരോയിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലെ സെറ്റിംഗ് വരും. അതും ഓട്ടോമാറ്റിക്കായിട്ട് ആ ടാപ്പ് തന്നെ വയ്ക്കുക, ഓട്ടോ അനിമേറ്റ് വയ്ക്കുക. ചൂസ് ചെയ്യുന്നത് നമ്മുടെ തിരിച്ചുള്ള ഡിഫോൾട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോപ്പിലുള്ള ആ സ്റ്റേറ്റിലേക്ക് കൊടുക്കുക. ദെൻ ഈസ് ഔട്ട് കൊടുക്കുക. 0.4 സെക്കൻഡ് ഡിലേയും കൊടുക്കുക. ഓക്കെ, ഇത്ര മാത്രം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് ടോപ്പിലായിട്ടുള്ള പ്രിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു പ്രോട്ടോടൈപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇവിടെ ഡെസ്ക്ടോപ്പ് പ്രിവ്യൂ എന്ന് പറയുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രിവ്യൂ വരും. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കഴ്സർ എന്ന് പറയുന്നത് ഇങ്ങനെ ഹാൻഡ് കഴ്സറായി മാറും. ഓക്കെ, ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇൻറ്റു ക്ലോസ് ആയി മാറുന്നു. ദെൻ ഇവിടെ നമ്മൾ വന്ന് ക്ലോസ് ചെയ്യുന്ന ടൈം ഇവിടെ ഇൻറ്റു ആയി മാറുന്നു. ഇതുപോലെ ടിക്ക് ചെയ്യാനുള്ള നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഓണും ഓഫും ചെയ്യുന്നതിനുള്ള ഇതുപോലുള്ള ഡിസൈൻ പാറ്റേണുള്ള യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഇവിടെ ഓൺ എന്ന് കൊടുക്കാം, ഇവിടെ ഓഫ് എന്ന് എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ ഓഫിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റിവേഴ്സ് ആക്ഷൻ നടക്കും. ഇതുപോലുള്ള ഈ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ പ്രോട്ടോടൈപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്തത് ഈ ക്ലിക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്വിച്ചിൻ്റെ ലേഔട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പണൻസ് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എഫക്റ്റ് എന്നാണ് നമ്മുടെ സ്ഥിരം യൂസ് ചെയ്യുന്ന ബട്ടൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന യുഐയിൽ ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റ് ആണല്ലോ ബട്ടൺ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ബട്ടൺ കൂടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതിന് വേണ്ടി വീണ്ടും ഒരു റെക്റ്റാങ്കിളിൽ എടുത്തിട്ട് ഒരു 150 പിക്സൽ ഹൈറ്റിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ എടുത്തു. ഓക്കെ, അതിനുശേഷം അതിനകത്ത് ഞാൻ നേരത്തെ ചെയ്ത പോലെ നമുക്കൊരു ബട്ടൺ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നമുക്കൊരു ബട്ടൺ സ്റ്റൈൽ കൊടുക്കാം. ഞാൻ അതിനകത്തായിട്ട് ഏതെങ്കിലും ഒരു ബട്ടൺ ആവശ്യമായ ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനൊരു ഓറഞ്ച് ബട്ടൺ എന്നുള്ള രീതിയിൽ ഒരു ഓറഞ്ച് കൊടുക്കുന്നു. ബോർഡർ നന്നാക്കുന്നു. ഇതിനായിട്ട് ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. നമുക്കൊരു സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇഷ്ടമുള്ള നിങ്ങളുടെ ഫോണ്ട് ചൂസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ വെയിറ്റ് ഒരു സെമി ബോൾഡ് കൊടുത്തുകൊണ്ട് ഞാനൊരു ഫോൺ സൈസ് അറൗണ്ട് ഒരു എന്താ പറയുക ഒരു 35 കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് കൊണ്ടുവരുന്നു. കുറച്ചും കൂടെ വേണമെങ്കിൽ വലുതാക്കാം. ഇതിൻ്റെ വലിയ സൈസ് ആയതുകൊണ്ടാണ് ഇത്രയും ഫോൺ സൈസൊക്കെ വരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ സൈസ് നിങ്ങളുടെ ഡിസൈൻ ആസ്പദമായിട്ട് ചെയ്യണം. ഇവിടെ ഞാൻ കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ വലിയ സൈസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ആരോയും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടുന്ന് ഈ ഒരു തൽക്കാലത്തേക്ക് ഇവിടുന്ന് ഒരു ആരോ ഒന്ന് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു ആരോയ്ക്ക് വേണ്ടി ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു ആരോ ക്രിയേറ്റ് ചെയ്യാം. ആ ആരോ എടുത്തിട്ട് ഞാനിവിടെ റൈറ്റ് സൈഡിൽ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ യുക്തിപൂർവ്വം ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്നൊരെണ്ണം കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ആരോയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ബട്ടൻ്റെ ഫീൽ കിട്ടും. ഇതിലൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്ററാക്കി ഒരു ചെറിയൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ബട്ടൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് Ctrl G അടിച്ച് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ റൈറ്റ് ബട്ടൺ മേക്ക് കമ്പോണൻ്റ് ആക്കുക. ദെൻ ഈ കമ്പോണൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മൗസ് ഓവർ ആയിരിക്കുമല്ലോ. കൂടുതൽ കേസിലും ബട്ടൺസ് യൂസ് ചെയ്യുമ്പോൾ മൗസ് ഓവർ സ്റ്റൈൽ ആയിരിക്കുമല്ലോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഹോവർ സ്റ്റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. അവിടെ ആയിട്ട് നമുക്ക് ജസ്റ്റ് പേര് കൊടുക്കാം. മൗസ് ഓവർ എന്ന് ജസ്റ്റ് പേര് കൊടുക്കാം. ഓക്കെ,
ഓക്കെ, ആ പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ മൗസ് ഓവർ എന്ന് കൊടുത്തേ ഉള്ളൂ. ദെൻ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ രീതിയിൽ കളറായിരിക്കും കാണുന്നത്. അതിൽ മൗസ് ഓവറിൽ വന്നതിന് ശേഷം എനിക്ക് വേണ്ടത് മാറ്റങ്ങൾ ഇതിനകത്ത് മാറ്റാൻ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ ഓറഞ്ച് മാറ്റിയിട്ട് മേ ബി ഒരു എന്താ പറയുന്നത് വേറെ എന്തെങ്കിലും ഒരു കളർ കൊടുക്കുകയാണ്. ജസ്റ്റ് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ഫോൺ സൈസ് വേണമെങ്കിൽ നമുക്ക് മൗസ് ഓവറിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടെ വലുതാക്കാം. ഞാൻ കുറച്ചും കൂടെ ഫോൺ സൈസ് ഒന്ന് വലുതാക്കി വയ്ക്കുന്നു. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് മൗസ് ഓവറിൽ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേജുകളും ഇവിടെ റൈറ്റിൽ വന്നാൽ ഡിഫോൾട്ട് സ്റ്റേജിൽ വന്നാൽ ആദ്യത്തും മൗസ് ഓവറിൽ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതായിട്ട് മാറ്റം വരുത്താൻ പോകുന്ന ആ ഒരു സ്റ്റൈലും ഇവിടെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ പ്രോട്ടോടൈപ്പ് ടാബിൽ നേരത്തെ പോലെ വരാം. ദെൻ ഇവിടെ ഈ കാണുന്ന ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് ട്രിഗർ ടാപ്പ് ആയിരിക്കും കിടക്കുന്നത്. ടാപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ മാത്രം കിട്ടേണ്ട ആക്ഷനാണ് ടാപ്പ് കൊടുക്കുന്നത്. നമുക്ക് ഹോവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസ് അതിൻ്റെ മുകളിൽ ഓവർ ചെയ്യുന്ന സമയത്ത് വരാനുള്ളതുകൊണ്ട് ഹോവർ കൊടുക്കുന്നു. ഇവിടെ ഓട്ടോ അനിമേറ്റ് കൊടുക്കുന്നു. ഇവിടെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് സ്റ്റേജ് ആയിട്ട് അടുത്ത് ആ സ്റ്റേജിലേക്ക് കൊടുക്കുന്നു. ദെൻ ഈസ് ഔട്ടും ഈ ഒരു ഡ്യൂറേഷനൊക്കെ ഏകദേശം അത് തന്നെ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഇതും മൗസ് ഓവർ സ്റ്റേജ് ഇതാണ്. ഓക്കെ, ദെൻ ഞാനിവിടെ ഡിഫോൾട്ട് സ്റ്റേജിൽ വന്നിട്ട് ഇതിൻ്റെ പ്രിവ്യൂ നമുക്കൊന്ന് നോക്കാം. പ്രിവ്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബട്ടണിലേക്ക് കണ്ടോ, ഇവിടെ കഴ്സർ നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ രണ്ടാമത്തെ സ്റ്റേജിൽ കൊടുത്ത കളറാകുന്നു. അതുപോലെ ഇപ്പം ഫോണ്ട് വലുതാകുന്നു. കണ്ടോ, ഫോണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ ഫോണ്ട് വലുതാകുന്നതിന് ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സൂം ചെയ്ത് വരുന്നത് പോലെ അത് നമ്മൾ ഓട്ടോ അനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ കൊടുത്തത് കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മൗസ് ഓവർ എഫക്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിവിടെ മൗസ് ഓവർ വരുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓവർ എഫക്റ്റ് കാണിക്കുന്നു. മൗസ് മാറ്റപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഴയ സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രണ്ട് എലമെൻസുകളും ബട്ടൺ, നമ്മുടെ ഈ ഒരു സ്വിച്ചർ എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ മൊബൈൽ ആപ്ലിക്കേഷനിലായിരുന്ന നമ്മുടെ വെബ്സൈറ്റിലായാലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എലമെൻസുകളാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് Adobe XDയിൽ ഇതുപോലുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്ത് പ്രോട്ടോടൈപ്പുകളോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പ്രോട്ടോടൈപ്പ് ചെയ്ത് നമ്മുടെ ക്ലയൻസിനെയൊക്കെ കാണിക്കുന്ന സമയത്ത് നല്ല സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ പ്രോട്ടോടൈപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ തരത്തിലുള്ള കമ്പണൻസ് ഉപയോഗിച്ച് നിങ്ങൾ അനിമേഷൻസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ കണ്ടതുപോലുള്ള ഈസി ആയിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടോടൈപ്പുകളൊക്കെ ഉണ്ടാക്കാം. അത് അപ്പോൾ നിങ്ങൾ ഈ കമ്പണൻസ് ബേസിൽ ഇത്തരത്തിലുള്ള ചെറിയ മൈക്രോ ഇൻട്രാക്ഷൻസുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കണം. അത് നിങ്ങളുടെ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഡിസൈനേഴ്സ്, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ Adobe XDയുടെ ബന്ധപ്പെട്ടുള്ള ട്യൂട്ടോറിയലുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പും കോറൽ ഡ്രോയും ഇൻഡസ്ട്രേറ്ററിനോടൊപ്പം തന്നെ ഈ Adobe XDയും ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോ ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കണ്ടപോലുള്ള ചെറിയ അനിമേഷൻസ് ഒക്കെ കൊടുത്ത് പ്രോട്ടോടൈപ്പ് ചെയ്യിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിൽ നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.